ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇന്നത്തെ +1 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ സെറ്റ്സ് എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് സെറ്റ് പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെ ടൈപ്സ് സെറ്റുകളാണ് പഠിച്ചത്? ഫൈനൈറ്റ് സെറ്റ്, ഇൻഫിനിറ്റ് സെറ്റ്, എംപ്റ്റി സെറ്റ്, സിംഗിൾട്ടൺ സെറ്റ്, ഈക്വൽ സെറ്റ്സ്, ഈക്വലൻ്റ് സെറ്റ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ സബ്സെറ്റ്സ്, പ്രോപ്പർ സബ്സെറ്റ്സ്, സൂപ്പർ സെറ്റ്സ്, പവർ സെറ്റ്സ്, യൂണിവേഴ്സൽ സെറ്റ്സ്, ഇത്രയും സെറ്റുകളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഓരോ ക്ലാസ്സും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ശ്രദ്ധയോടെ ക്ലാസ്സുകൾ കേൾക്കുക, നോട്ട് എഴുതിയെടുക്കുക. ഓരോ ക്ലാസ്സിലും ഓരോരോ പുതിയ ടേംസും സിമ്പിൾസും നിങ്ങൾ പഠിക്കുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക. നമുക്കിവ ഓരോന്നായി പഠിക്കാം. സബ്സെറ്റ്സ്. കൺസിഡർ ദി സെറ്റ്സ് എ ഈസ് ഈക്വൽ ടു സെറ്റ് എ ഐ ഒ, ബി ഈസ് ഈക്വൽ ടു സെറ്റ് എ ഇ ഐ ഒ യു. എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. എന്തെങ്കിലും പ്രത്യേകത കാണാൻ പറ്റുന്നുണ്ടോ? എയിലെ എലമെൻറ്റ്സ് എല്ലാം എവിടെയുണ്ട്? ബിയിലുണ്ട് അല്ലേ? എ ബിലോങ്സ് ടു ബി, ഐ ബിലോങ്സ് ടു സെറ്റ് ബി, ഒ ബിലോങ്സ് ടു സെറ്റ് ബി അല്ലേ? ബിലോങ്സ് ടു സിമ്പിളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ എയിലുള്ള എല്ലാ എലമെൻറ്റ്സും, അതായത് സ്മോൾ എ, ഐ, ഒ, ഇവയെല്ലാം ഏത് സെറ്റിലുണ്ട്? ബി എന്ന് പറയുന്ന സെറ്റിലുണ്ട്. ഇനി വേറൊരു സെറ്റ് കൺസിഡർ ചെയ്യാം. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 3, 5. ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5. ഈ എയും ബിയും ഒന്ന് കമ്പയർ ചെയ്തേ. ഇവിടെ എന്താ കാണാൻ പറ്റുന്നത്? എയിലെ എലമെൻറ്റ്സ് എല്ലാം എവിടെയുണ്ട്? ബിയിലുണ്ട് അല്ലേ? 1 ബിലോങ്സ് ടു ബി, 3 ബിലോങ്സ് ടു ബി ആൻഡ് 5 ബിലോങ്സ് ടു ബി അല്ലേ? ഈ രണ്ട് എക്സാമ്പിളിലും എ എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സ് എല്ലാം എവിടെയുണ്ട്? ബിയിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സെറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയും. ദാറ്റ് ഈസ് എവരി എലമെൻറ്റ്സ് ഓഫ് എ ഈസ് ഓൾസോ ആൻ എലമെൻറ്റ് ഓഫ് ബി. എയിലുള്ള എല്ലാ എലമെൻറ്റ്സും എവിടെയുണ്ട്? ബിയിലുണ്ട്. വി സേ ദാറ്റ് എ ഈസ് ദി സബ്സെറ്റ് ഓഫ് ബി. സബ്സെറ്റ് ക്ലിയർ ആയോ? അതായത് എയും ബിയും രണ്ട് സെറ്റ്സ് ഉണ്ടെങ്കിൽ എയിലുള്ള എല്ലാ എലമെൻറ്റ്സും എവിടെ ഉണ്ടായിരിക്കണം? ബിയിലുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എയിനെ ബിയുടെ സബ്സെറ്റ് എന്ന് പറയുന്നു. ഇനി അതിൻ്റെ സിമ്പിൾ നോക്കിയേ. ഇതുകൊണ്ടോ എ സബ്സെറ്റ് ഓഫ് ബി. ഈ സിമ്പിൾ ഉപയോഗിച്ചാണ് നമ്മൾ സബ്സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സിമ്പിൾസ് ഓർത്തിരിക്കണം. നിങ്ങൾക്ക് സെറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കുറച്ചേറെ സിമ്പിൾസ് പഠിക്കാനുണ്ട്. ആ സിമ്പിൾസ് എല്ലാം ഓർത്തിരിക്കുക. Now consider the set A is equal to A I B and B is equal to set A E I O U. എയും ബിയും കൂടി എലമെൻറ്റ്സ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. എയിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? എ, ഐ, ബി. ഈ എലമെൻറ്റ്സ് എല്ലാം ബിയിലുണ്ടോ? ഇല്ല. ഏത് എലമെൻ്റ് ഇല്ല? ബി എന്ന് പറയുന്ന എലമെൻറ്റ് ബി എന്ന് പറയുന്ന സെറ്റിലില്ല അല്ലേ? എയിലെ ബി എന്ന് പറയുന്ന എലമെൻറ്റ് ബി എന്ന് പറയുന്ന സെറ്റിലില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എയിനെ ബിയുടെ സബ്സെറ്റ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ? എന്തുകൊണ്ട്? എ ബിയുടെ സബ്സെറ്റ് ആകണമെങ്കിൽ എയിലുള്ള എല്ലാ എലമെൻറ്റ്സും ബിയിലുണ്ടായിരിക്കണം. ഇവിടെ എ എന്ന് പറയുന്ന സെറ്റിലെ ബി എന്ന് പറയുന്ന എലമെൻറ്റ് സെറ്റ് ബിയിൽ ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ ബിയുടെ സബ്സെറ്റ് അല്ല. അപ്പോൾ സബ്സെറ്റ് അല്ല എന്ന് കാണിക്കുന്ന സിമ്പിൾ ഇതാണ്. നമ്മൾ സബ്സെറ്റ് എഴുതിയിട്ട് കട്ട് ചെയ്യുന്നു. അതായത് നമ്മൾ ബിലോങ്സ് ടു എഴുതിയിട്ട് നോട്ട് ബിലോങ്സ് ടു എന്ന് കാണിക്കാൻ വേണ്ടി കട്ട് ചെയ്തില്ല. അതുപോലെ തന്നെ സബ്സെറ്റിൻ്റെ സിമ്പിൾ ഉപയോഗിച്ചു, അതിനുശേഷം കട്ട് ചെയ്യുന്നു.
അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന സെറ്റ് ബിയുടെ സബ്സെറ്റ് അല്ല. കാരണം വ്യക്തമായല്ലോ, എ എന്ന് പറയുന്ന സെറ്റിൽ ബി എന്ന് പറയുന്ന എലമെൻറ്റ് സെറ്റ് ബിയിലില്ല. അപ്പോൾ സബ്സെറ്റ് ആകണമെങ്കിൽ എയിലുള്ള എല്ലാ എലമെൻസും ബി എന്ന് പറയുന്ന സെറ്റിലുണ്ടെങ്കിൽ എയിനെ ബിയുടെ സബ്സെറ്റ് എന്ന് പറയും. ഇവിടെ സബ്സെറ്റ് ഇല്ലാത്തതിന് കാരണം സിൻസ് ബി ബിലോങ്സ് ടു എ, ബി എന്ന് പറയുന്ന എലമെൻറ്റ് എയിലുണ്ട്, ബട്ട് ബി ഡസ് നോട്ട് ബിലോങ്സ് ടു ബി, ബി എന്ന് പറയുന്ന എലമെൻറ്റ് സെറ്റ് ബിയിലില്ല. അപ്പോൾ സബ്സെറ്റ് ക്ലിയർ ആയില്ലേ? ഇനി നമുക്കത് നോട്ടിലേക്ക് എഴുതാം. ഈ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ് നോട്ടിൽ എഴുതേണ്ടത്. സബ്സെറ്റ്സ് ഡെഫിനിഷൻ: എ സെറ്റ് എ is said to be a subset of a set B if every element of A is also an element of B or A is contained in B എന്നും പറയും. ഒന്നുകൂടി പറയാം. എ സെറ്റ് എ is said to be a subset of a set B. എ എന്ന് പറയുന്ന സെറ്റ് ബിയുടെ സബ്സെറ്റ് ആകണമെങ്കിൽ ഇഫ് എവരി എലമെൻറ്റ് ഓഫ് എ ഈസ് ഓൾസോ ആൻ എലമെൻറ്റ് ഓഫ് ബി, എയിലുള്ള എല്ലാ എലമെൻറ്റും ബിയിലെയും എലമെൻ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റിനെ ബിയുടെ സബ്സെറ്റ് എന്ന് പറയും, അല്ലേ? എയിലുള്ള എല്ലാ എലമെൻസും ബിയിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ബി. എ എന്ന് പറയുന്ന സെറ്റ് പൂർണ്ണമായിട്ടും ബി എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ ആയില്ലേ? ഓക്കെ. വി ഡിനോട്ട് ഇറ്റ് ആസ് എ സബ്സെറ്റ് ഓഫ് ബി. സിമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അത് നമ്മൾ നോട്ടിലേക്ക് എഴുതുകയാണ്. എ സബ്സെറ്റ് ബി, ഈ സിമ്പിളാണ് സബ്സെറ്റ് എന്ന് ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ഇഫ് എ ബിലോങ്സ് ടു എ ഇംപ്ലൈസ്. ഈ സിമ്പിൾ എന്താ? ഇംപ്ലൈസ് എ ബിലോങ്സ് ടു ബി. അതായത് നമ്മളിവിടെ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ നേരത്തെ എക്സാമ്പിൾ എടുത്ത് പറഞ്ഞു, എ എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സ് ഒക്കെ ബി എന്ന് പറയുന്ന സെറ്റിലും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ഈ സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സിനെ കോമൺ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണ്. ഈ എ എന്ന് പറയുന്ന എലമെൻറ്റ് സെറ്റ് എയിൽ ഉണ്ടെങ്കിൽ ഇഫ് എ ബിലോങ്സ് ടു സെറ്റ് എ, ദ ബിലോങ്സ് ടു സിമ്പിൾ എലമെൻ്റ് ആണ്. ഇംപ്ലൈസ് എന്തായിരിക്കണം? എ ബിലോങ്സ് ടു ബി, അല്ലേ? എ എന്ന് പറയുന്ന എലമെൻറ്റ് സെറ്റ് എയിൽ ഉണ്ടെങ്കിൽ അതെവിടെയും ഉണ്ടായിരിക്കണം? എ ബിലോങ്സ് ടു ബി. അപ്പോൾ ഈ സിമ്പിൾ ഇംപ്ലൈസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഇംപ്ലൈസ് ഇത് നിങ്ങൾ എഴുതുമ്പോൾ ഈ സിമ്പിൾ ഉപയോഗിക്കുക. ഇതിനെ പറയുന്നത് ഇംപ്ലൈസ്. ഓക്കെ. ഇഫ് എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി, വി റൈറ്റ് എ ഡസ് നോട്ട് സബ്സെറ്റ് ഓഫ് ബി. നമ്മൾ പഠിച്ചതാണ്. സബ്സെറ്റ് അല്ലെങ്കിൽ നോട്ട് എ സബ്സെറ്റ്. ഇനി കൺസിഡർ ദി സെറ്റ്സ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 3, 5 and B is equal to set of all x such that x is an odd natural number less than 6. രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സ് ഏതൊക്കെ? 1, 3, 5 and B is equal to set of all x such that x is an odd natural number less than 6. അപ്പോൾ ബിയിലെ എലമെൻറ്റ്സും കൂടി നമുക്കൊന്ന് എഴുതി നോക്കാം. എന്താ വരുന്നത്? ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6 ഏതൊക്കെയാണ് വരുന്നത്? 3, 1, 5 അല്ലേ? എയിലെ എലമെൻറ്റ്സ് 1, 3, 5, ബിയിലെ എലമെൻറ്റ്സ് 3, 1, 5. ഈ രണ്ട് സെറ്റും കൂടി ഒന്ന് നോക്കിക്കേ. നമ്മളിപ്പോൾ ഒരു കാര്യം പഠിച്ചു, സബ്സെറ്റ് പഠിച്ചു അല്ലേ? അത് വെച്ചിട്ടൊന്ന് നോക്കിക്കേ. എയും ബിയും എന്താ ബന്ധം? എയിലെ എലമെൻറ്റ്സ് എല്ലാം ബിയിലുണ്ടോ? എയിലെ എലമെൻറ്റ്സ് 1, 3, 5 ആണ്. അതിവിടെ ബിയിലുണ്ട് അല്ലേ? 3, 1, 5. 3, 1, 5 എന്ന് പറഞ്ഞാൽ 1, 3, 5 തന്നെ. ഓക്കെ. അപ്പോൾ എയിലെ എലമെൻറ്റ്സ് എല്ലാം എവിടെയുണ്ട്? ബിയിലുണ്ട്. ഹിയർ എ സബ്സെറ്റ് ഓഫ് ബി. ആൻഡ് ഇനി തിരിച്ചു നോക്കിയാലോ, ബിയിലെ എലമെൻറ്റ്സ് ഒക്കെ എയിലുണ്ടോ എന്ന് നോക്കിയേ. ബിയിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 3, 1, 5. അതെവിടെയുണ്ട്? എയിലുണ്ട്. 3, 1, 5. അപ്പോൾ എന്ത് പറയാം നമുക്ക്? ബി സബ്സെറ്റ് ഓഫ് എ എന്നും പറയാം അല്ലേ? ഇവിടെ എ ബിയുടെ സബ്സെറ്റാണ്, അതുപോലെ തന്നെ ബി എയുടെയും സബ്സെറ്റാണ്. ദെൻ എ ഈക്വൽ ടു ബി അല്ലേ? ഇവിടെ നോക്കിയേ, എയിലെ എലമെൻറ്റ്സ് എല്ലാം ബിയിലുണ്ട്, ബിയിലെ എലമെൻറ്റ്സ് എല്ലാം എയിലും ഉണ്ട്. മാത്രമല്ല എയും ബിയും എന്താണ്? ഈക്വൽ സെറ്റ്സുമാണ് അല്ല? ഇവിടെ ഓർഡർ മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. നമുക്കറിയാം സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എലമെൻറ്റ്സിന് ഇമ്പോർട്ടൻ്റ് ഇല്ല, നമുക്ക് എനി ഓർഡറിലും എഴുതാം. ഇപ്പോൾ നമ്മളെന്ത് പഠിച്ചു? എ ബിയുടെ സബ്സെറ്റാണ്, അതായത് എയിലെ എലമെൻറ്റ്സ് എല്ലാം ബിയിലുണ്ട്.
അതുപോലെ ബിയിലെ എലമെൻറ്റ്സ് എല്ലാം ഇവിടെയും ഉണ്ട്, എയിലും ഉണ്ട്. എ ഈക്വൽ ടു ബി ആണ് അല്ലേ? ഹിയർ എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി സബ്സെറ്റ് ഓഫ് എ, ദെൻ എ ഈക്വൽ ടു ബി. അതർവൈസ് നമുക്കിതിനെ തിരിച്ചു പറഞ്ഞാലോ? അതായത് എ ഈക്വൽ ടു ബി ആണ്, ദെൻ എ സബ്സെറ്റ് ഓഫ് ബി ആണ്, ബി സബ്സെറ്റ് ഓഫ് എ ആണ് അല്ലേ? ഇവിടെ നോക്കിയേ, എ ഈക്വൽ ടു ബി ആണ്. അപ്പോൾ നമുക്ക് എ സബ്സെറ്റ് ഓഫ് ബി എന്നും കിട്ടി, ബി സബ്സെറ്റ് ഓഫ് എ എന്നും കിട്ടി. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് പറഞ്ഞാലോ? വി ഹാവ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി സബ്സെറ്റ് ഓഫ് എ ഇഫ് ആൻഡ് ഒൺലി ഇഫ്. ഈ സിമ്പിളിന് പറയുന്നത് എന്താ? ഇഫ് ആൻഡ് ഒൺലി ഇഫ്, അതർവൈസ് ബോത്ത് വൈസ് ഇംപ്ലൈസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലേക്കും ശരിയാണ്, ലെഫ്റ്റ് സൈഡിലേക്കും ശരിയാണ്. രണ്ട് സൈഡിൽ ആരോ മാർക്ക് ഇട്ടേക്കുന്നുണ്ടോ? ലെഫ്റ്റ് സൈഡ് റൈറ്റിലേക്ക് ഇംപ്ലൈ ചെയ്യുന്നു, റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് ഇംപ്ലൈസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ പറയുന്നത് ഇഫ് ആൻഡ് ഒൺലി ഇഫ് എന്ന് പറയും, അല്ലെങ്കിൽ ബോത്ത് വൈസ് ഇംപ്ലൈസ് എന്ന് പറയും. ഒരിക്കൽ കൂടി പറയാം, എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി സബ്സെറ്റ് ഓഫ് എ ഇഫ് ആൻഡ് ഒൺലി ഇഫ് എ ഈസ് ഈക്വൽ ടു ബി. ഇത് നമുക്ക് രണ്ട് സൈഡിൽ നിന്നും വായിച്ചാൽ എ സബ്സെറ്റ് ഓഫ് ബി ആണ്, ബി സബ്സെറ്റ് ഓഫ് എ ആണ്, ഇംപ്ലൈസ് എ ഈക്വൽ ടു ബി ആണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇംപ്ലൈസ് ചെയ്യുന്നു. എ സബ്സെറ്റ് ഓഫ് ബി ആണ് ആൻഡ് ബി സബ്സെറ്റ് ഓഫ് എ ആണ്, ഇംപ്ലൈസ് എ ഈക്വൽ ടു ബി ആണ്. ഇനി ലെഫ്റ്റിലേക്ക് ഇംപ്ലൈസ് ചെയ്താലോ? അതായത് എ ഈക്വൽ ടു ബി ആണെങ്കിൽ എന്തായിരിക്കും? എ സബ്സെറ്റ് ഓഫ് ബി ആണ് ആൻഡ് ബി സബ്സെറ്റ് ഓഫ് എ ആണ്. ക്ലിയർ ആയോ? ഈ സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന രണ്ട് സൈഡിലേക്കും ഇംപ്ലൈ ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലേക്ക്, റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക്. ബോത്ത് സൈഡ്സ് ആർ ഈക്വൽ. ഓക്കെ, ഈ സിമ്പിൾ വായിക്കുന്ന ഇംപ്ലൈസ് ആണ്. റീഡ് ആസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. ലെഫ്റ്റ് ശരിയാണെങ്കിൽ റൈറ്റ് ശരിയാണ്, റൈറ്റ് ശരിയാണെങ്കിൽ ലെഫ്റ്റും ശരിയാണ്. ഓർ ഷോർട്ട്ലി നമുക്ക് ഐ ഡബിൾ എഫ് ഇടാം. എന്ന് പറഞ്ഞാലും എന്താ? ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഇനി ഇതിൽ നിന്ന് മറ്റൊരു റിസൾട്ട് കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താ? എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. എല്ലാ സെറ്റും അതിൻ്റെ തന്നെ സബ്സെറ്റാണ്. ഈ എക്സാമ്പിൾ നോക്കിയേ, എ ഈസ് ഈക്വൽ ടു സെറ്റ് 135, ബി ഈസ് ഈക്വൽ ടു സെറ്റ് 315 എന്ന് പറഞ്ഞാൽ ഇതും 135 തന്നെയല്ലേ? 135 എന്ന് പറയുന്നത് എന്താ? എ എന്ന് പറയുന്ന സെറ്റ് തന്നെയാണ്. നമ്മളിവിടെ എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞു, ബി എ തന്നെയാണ്, ദാറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ അല്ലേ? അപ്പോൾ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു റിസൾട്ടും കൂടി കിട്ടിയിട്ടുണ്ട്. എവരി സെറ്റ് എ ഈസ് സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. എല്ലാ സെറ്റും അതിൻ്റെ തന്നെ സബ്സെറ്റാണ്, ദാറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ. ഓക്കെ, ഇനി മറ്റൊരു റിസൾട്ടും കൂടിയുണ്ട്. എം ഡി സെറ്റ് 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. എന്താ പഠിച്ചത്? എം ഡി സെറ്റ് 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. അപ്പോൾ എം ഡി സെറ്റിൽ എലമെൻറ്റ്സ് ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ നമുക്ക് സബ്സെറ്റിൻ്റെ കണ്ടീഷൻ എന്താ? എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എയിലുള്ള എല്ലാ എലമെൻറ്റ്സും ബിയിലുണ്ടായിരിക്കണം. ഇവിടെ നൾ സെറ്റിൽ എലമെൻറ്റ്സ് ഉണ്ടോ? ഇല്ല. ഇനി ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ ലെറ്റ് എ ഈസ് ഈക്വൽ, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണ്. എ ഈസ് ഈക്വൽ ടു സെറ്റ് എ ഐ ബി ആൻഡ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് എ ഇ ഐ ഒ യു. ഇവിടെ എ എന്ന് പറയുന്ന സെറ്റ് ബിയുടെ സബ്സെറ്റ് ആണോ? അല്ല. നമ്മൾ നേരത്തെ കണ്ടാണ് എ ഡസ് നോട്ട് സബ്സെറ്റ് ഓഫ് ബി. എന്തുകൊണ്ട്? സിൻസ് ബി ബിലോങ്സ് ടു എ ബട്ട് ബി ഡസ് നോട്ട് ബിലോങ്സ് ടു ബി അല്ലേ? ബി എന്ന് പറയുന്ന എലമെൻറ്റ് എവിടെയുണ്ട്? സെറ്റ് എയിലുണ്ട്, പക്ഷേ ബിയിലില്ല. അതുപോലെ ഇവിടെ നൾ സെറ്റിൽ നമുക്കൊരു എലമെൻറ്റ് സബ്സെറ്റ് അല്ലെന്ന് കാണിക്കണമെങ്കിൽ ഒരെലമെൻറ്റ് അവിടെ ഇല്ലയെന്ന് കാണിക്കാൻ, മറ്റൊരു സെറ്റിനകത്ത് ഇല്ലയെന്ന് കാണിക്കാൻ നമുക്ക് നൾ സെറ്റിനകത്ത് എലമെൻറ്റ്സ് ഒന്നുമില്ല അല്ലേ? അതുകൊണ്ട് എം ഡി സെറ്റ് എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റാണ്. അപ്പോൾ രണ്ട് ഇമ്പോർട്ടൻ്റ് റിസൾട്ട് നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? മറന്നു പോകരുത്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എവരി സെറ്റ് ഈസ് സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. സെക്കൻഡ് വൺ, എം ഡി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. ഇനി ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ടിലേക്ക് എഴുതാം. നോട്ട്സ് ആയിട്ടാണ് എഴുതുന്നത്. ഫസ്റ്റ് വൺ, എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി സബ്സെറ്റ് ഓഫ് എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈസ് ഈക്വൽ ടു ബി. രണ്ട് സൈഡിലും കറക്റ്റാണ്. ഓക്കെ, എ സബ്സെറ്റ് ഓഫ് ബി ആണ്,
ആൻഡ് ബി സബ്സെറ്റ് ഓഫ് എ ആണെങ്കിൽ എ ഈക്വൽ ടു ബി ആയിരിക്കും. ആൻഡ് എ ഈക്വൽ ടു ബി ആണെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബി ആണ് ആൻഡ് ബി സബ്സെറ്റ് ഓഫ് എ ആണ്. നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്, എല്ലാം ഒന്ന് നോട്ടിലേക്ക് എഴുതുന്നു. സെക്കൻഡ് വൺ, എവരി സെറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്, ദാറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ. ഇനി ബി ആണെങ്കിലോ ബി സബ്സെറ്റ് ഓഫ് ബി, സി ആണെങ്കിലോ സി സബ്സെറ്റ് ഓഫ് സി. ഓക്കെ, എവരി സെറ്റ് ഈസ് സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. തേർഡ് വൺ, empty set phi is a subset of every set. അല്ലേ, ഫൈ എന്ന് പറയുന്ന സെറ്റ് എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റാണ്. ഇവിടെ കോമൺ ആയിട്ട് എ എന്ന് പറയുന്ന സെറ്റ്, ജനറലായിട്ട് എ എന്ന് പറയുന്ന സെറ്റ് എടുത്താൽ നൾ സെറ്റ് എയുടെ സബ്സെറ്റാണ്. ഇനി ബി ആണെങ്കിൽ ബിയുടെ സബ്സെറ്റാണ്. ജനറലി empty set is subset of every set. ഓക്കെ, ദാറ്റ് ഈസ് ഫൈ സബ്സെറ്റ് ഓഫ് എ. ഇവിടെ എ എന്ന് പറയുന്ന സെറ്റ് നമ്മൾ ജനറലായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഫൈ സബ്സെറ്റ് ഓഫ് എ ആണ് ആൻഡ് ഫൈ സബ്സെറ്റ് ഓഫ് ഫൈ ആണ്. അല്ലേ, എന്തുകൊണ്ട്? നമ്മൾ പഠിച്ചു എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. ഏതൊരു സെറ്റും അതിൻ്റെ തന്നെ സബ്സെറ്റാണ്. ഇപ്പോൾ എ എടുത്താൽ എ എയുടെ സബ്സെറ്റാണ്. ഫൈ ഒരു സബ്സെറ്റ് എടുത്താൽ ഫൈ ഫൈയുടെ സബ്സെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, എ ആൻഡ് ഫൈ ആർ കോൾഡ് ട്രിവിയൽ സബ്സെറ്റ് ഓഫ് എ. ഇമ്പോർട്ടൻ്റ് ആണ്, ആ വേർഡ് ഓർത്തിരിക്കണം. ട്രിവിയൽ സബ്സെറ്റ് ഓഫ് എ. എയിനെയും ഫൈയെയും എന്താ പറയുന്നത്? ട്രിവിയൽ സബ്സെറ്റ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എല്ലാ സെറ്റിനുമുള്ള രണ്ട് സബ്സെറ്റുകളാണ് ഏതൊക്കെ? എയും ഫൈയും. എല്ലാ സെറ്റിനുമുള്ള രണ്ട് സബ്സെറ്റുകളാണ് ആ സെറ്റും, അതായത് ഫുൾ സെറ്റ്, സെയിം സെറ്റ്, ആ സെറ്റും ഫൈയും. അല്ലേ, അതുകൊണ്ട് എയും ഫൈയെയും എന്ത് പറയുന്നു? ട്രിവിയൽ സബ്സെറ്റ് ഓഫ് എ എന്ന് പറയുന്നു. empty set and same set are the subset of every set. ജനറലൈസ് ചെയ്ത് പറയുവാണ്. ഇവിടെ നമ്മൾ ജനറലായിട്ട് എ എന്ന് പേര് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ജനറലൈസ് ചെയ്യുന്നു. empty set and same set are the subset of every set. എന്ന് പറഞ്ഞാലോ empty സെറ്റും സെയിം സെറ്റും, അതായത് ഫുൾ സെറ്റ് എന്ന് പറയും, ആ സെറ്റും എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റാണ്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് വൺ, സെറ്റ് 1 2 3 സബ്സെറ്റ് ഓഫ് സെറ്റ് 1 2 3 4 5 6 7 8 9. നോക്കിക്കേ, 1 2 3 എന്ന് പറയുന്ന സെറ്റ് ഈ സെറ്റിന് സബ്സെറ്റ് അല്ലേ? അതെ, 1 2 3 ഈ എലമെൻറ്റ് 1 2 3 ഈ സെറ്റിലുണ്ടല്ലേ? ഈ സെറ്റിലെ എല്ലാ എലമെൻറ്റ്സും ഇവിടെയും ഉണ്ടെങ്കിൽ സബ്സെറ്റാണ്. അപ്പോൾ 1 2 3 ഇവിടെയും ഉണ്ട്, അതുകൊണ്ട് സെറ്റ് 1 2 3 സബ്സെറ്റ് ഓഫ് സെറ്റ് 1 2 3 4 5 6 7 8 9. ഇനി ഇത് മൊത്തം എലമെൻറ്റ് വേണമെന്നില്ല കേട്ടോ. ഈ സബ്സെറ്റ് ആകണമെങ്കിൽ 1 2 3 വരെ മതി. ഇനി 1 2 3 4 ആകാം, 1 2 3 5 ആകാം, 1 2 3 6 ആകാം, എത്ര വേണേലും ആകാം. ഈ 1 2 3 ഇവിടെ ഉണ്ടായാൽ മതി, ഈ സെറ്റിൽ 1 2 3 ഉണ്ടായാൽ മതി. ഓക്കെ, സെക്കൻഡ് വൺ, സെറ്റ് 1 2 3 സബ്സെറ്റ് ഓഫ് 1 2 3 4. നമ്മളിപ്പോൾ പറഞ്ഞു ഈ 1 2 3 ഇവിടെ ഉണ്ടായാൽ മതി, ബാക്കി ഇവിടെ എത്ര എലമെൻറ്റ് വേണേലും ആകാം. എലമെൻറ്റ് കൂടിയിരിക്കാം, കുറഞ്ഞിരിക്കാം, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇവിടെയുള്ള സെറ്റിലെ എലമെൻറ്റ്സ് മൊത്തം ഇവിടെ ഉണ്ടായിരിക്കണം. തേർഡ് വൺ, സെറ്റ് 1 2 സബ്സെറ്റ് ഓഫ് സെറ്റ് 1 2 3 4 5 6 8 9. അല്ലേ, സെറ്റ് 1 2 ഇവിടെ സബ്സെറ്റാണ്, കാരണം ഈ 1 2 എന്ന് പറയുന്ന എലമെൻറ്റ് ഇവിടെയും ഉണ്ട്. ഫോർത്ത് വൺ, സെറ്റ് 1 2 സബ്സെറ്റ് ഓഫ് സെറ്റ് 1 2. എന്തുകൊണ്ട്? നമ്മൾ പറഞ്ഞു എവരി സെറ്റ് ഈസ് സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ 1 2 സബ്സെറ്റ് ഓഫ് 1 2. നെക്സ്റ്റ്, സെറ്റ് 1 2 3 4 സബ്സെറ്റ് ഓഫ് സെറ്റ് 1 2 3 4. സെയിം അല്ലേ? നമുക്ക് എത്ര എലമെൻറ്റ് വേണേലും അങ്ങനെ എടുക്കാം, ഈക്വൽ ആയിട്ടുള്ള രണ്ട് സൈഡിലും, അല്ലേ? എവരി സെറ്റ് ഈസ് സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ് ആണ്. Therefore, set 1 2 3 4 subset of 1 2 3 4. Now, 5 subset of set 1 2 3 4. നമ്മൾ പഠിച്ചു null set is subset of every set. അപ്പോൾ 1 2 3 4 എന്ന് പറഞ്ഞൊരു സെറ്റ് എടുത്താൽ ഈ null set അതിൻ്റെ സബ്സെറ്റാണ്. ഇനി ഇതിൽ ഏത് സെറ്റ് എടുത്താലും ഈ null set ഇതിൻ്റെ എല്ലാം സബ്സെറ്റാണ്. നെക്സ്റ്റ് വൺ, ഇഫ് A is equal to set 2 3 10 and B is equal to set 1 2 3 4 5 6, then എ ബിയുടെ സബ്സെറ്റാണോ? അല്ല. എന്തുകൊണ്ട്? ഇവിടെ നോക്കിക്കേ, 10 എന്ന് പറയുന്നൊരു എലമെൻ്റ് ഉണ്ട്. ബി എന്ന് പറയുന്ന സെറ്റിൽ 10 എന്ന് പറയുന്ന എലമെൻ്റ് ഉണ്ടോ? ഇല്ല, അല്ലേ? എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എയിലുള്ള എല്ലാ എലമെൻറ്റ്സും ബിയിൽ ഉണ്ടായിരിക്കണം. സിൻസ് 10 belongs to എ ആൻഡ് 10 does not belongs to
അതുകൊണ്ട് എ ബിയുടെ സബ്സെറ്റ് അല്ല. ക്ലിയർ ആയില്ലേ? അടുത്തത് ക്യൂ സബ്സെറ്റ് ഓഫ് ആർ. വാട്ട് ഈസ് ക്യൂ? ക്യൂ ഈസ് സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് അല്ലേ? അപ്പോൾ റാഷണൽ നമ്പർ കണ്ടെയ്ൻ ചെയ്യുന്ന സെറ്റല്ലേ റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റ്. അതുകൊണ്ട് ക്യൂ സബ്സെറ്റ് ഓഫ് ആർ ആണ്. ഇനി എൻ സബ്സെറ്റ് ഓഫ് സെഡ് ശരിയല്ലേ? എൻ എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എവിടെയുണ്ട്? ഇൻറ്റിജേഴ്സിലുണ്ട് അല്ലേ? സെഡ് എന്ന് പറയുന്ന സെറ്റ് ഇൻറ്റിജേഴ്സ് ആണ്. അത് എന്നിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ദെയർഫോർ എൻ സബ്സെറ്റ് ഓഫ് സെഡ്. 10. A is the set of all divisors of 56 and B is the set of all prime divisors of 56. Then what is the elements of A? 56 divisors ഏതൊക്കെയാണ് വരുന്നത്? 1, 2, 4, 7, 8, 14, 28, 56. And B is equal to prime dividers. ഇതിലെ പ്രൈം നമ്പേഴ്സ് വരുന്നത് ഏതൊക്കെയാണ്? 2, 7 അല്ലേ? ഇനി ഇത് ഏതെങ്കിലും സബ്സെറ്റ് ആണോ? ഏതൊക്കെ? ബി എയുടെ സബ്സെറ്റാണ് അല്ലേ? അതായത് ബിയിലെ എലമെൻറ്റ്സ് 2, 7 എവിടെയുണ്ട്? എ എന്ന് പറയുന്ന സെറ്റിലുണ്ട് അല്ലേ? അപ്പോൾ ബി എയിൽ ഉണ്ട്. അതായത് ബിയിലെ എലമെൻറ്റ്സ് എല്ലാം എ എന്ന് പറയുന്ന സെറ്റിലുണ്ട്. അതുകൊണ്ട് ബി എയുടെ സബ്സെറ്റാണ്. നെക്സ്റ്റ് വൺ, എ ഇസ് ഈക്വൽ ടു സെറ്റ് എ ഇ ഐ ഒ യു ആൻഡ് ബി ഇസ് ഈക്വൽ ടു സെറ്റ് എ ബി സി ഡി. ഇനി എയും ബിയും സബ്സെറ്റുകളാണോ? അല്ല അല്ലേ? എന്തുകൊണ്ട്? എ ഡസ് നോട്ട് സബ്സെറ്റ് ഓഫ് ബി. എയിലെ എലമെൻറ്റ്സ് ഒന്നും എവിടെയില്ല, ബിയിലില്ല. സബ്സെറ്റ് ആകണമായിരുന്നെങ്കിൽ എയിലെ എല്ലാ എലമെൻറ്റ്സും ബിയിലുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എ ബിയുടെ സബ്സെറ്റാണ്. അല്ലെങ്കിൽ ബിയിലെ എല്ലാ എലമെൻറ്റ്സും എയിലുണ്ടെങ്കിൽ ബി എയുടെ സബ്സെറ്റാണ്. അതുകൊണ്ട് ഇവിടെ എന്തല്ല? എ ഡസ് നോട്ട് സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ഓൾസോ ബി ഡസ് നോട്ട് സബ്സെറ്റ് ഓഫ് എ. Now consider A is equal to set ABC and B is equal to ABCD. Here A subset of B അല്ലേ? എ ബിയുടെ സബ്സെറ്റ് അല്ലേ? എയിലെ എലമെൻറ്റ്സ് എ ബി സി എവിടെയുണ്ട്? ബിയിലുണ്ട്. അപ്പോൾ എ സബ്സെറ്റ് ഓഫ് ബി. ആൻഡ് എ ഈക്വൽ ടു ബി ആണോ? അല്ല, എ നോട്ട് ഈക്വൽ ടു ബി ആണല്ലേ? എ ഈക്വൽ ടു ബി ആയിരുന്നെങ്കിൽ ഇവിടെ ഡി എന്ന് പറയുന്ന എലമെൻറ്റ് എവിടെ ഉണ്ടായിരിക്കണമായിരുന്നു? എ എന്ന് പറയുന്ന സെറ്റിലുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ എ സബ്സെറ്റ് ഓഫ് ബി ആണ് ആൻഡ് എ നോട്ട് ഈക്വൽ ടു ബി ആണ്. ദെൻ എ ഈസ് കോൾഡ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി. ശ്രദ്ധിക്കുക, വേർഡ് ശ്രദ്ധിക്കുക, പുതിയ വേർഡാണ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി. അപ്പോൾ എന്താണ് പ്രോപ്പർ സബ്സെറ്റ്? നമ്മളിപ്പോൾ പഠിച്ചു എന്താ പ്രോപ്പർ സബ്സെറ്റ്. എ ബിയുടെ സബ്സെറ്റാണ്, ബട്ട് എ നോട്ട് ഈക്വൽ ടു ബി ആണ്. കഴിഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ എ സബ്സെറ്റ് ഓഫ് ബി, ബി സബ്സെറ്റ് ഓഫ് എ അങ്ങനെയായിരുന്നെങ്കിൽ എ ഈക്വൽ ടു ബി ആയിരുന്നു അല്ലേ? ഇവിടെയോ എ ബിയുടെ സബ്സെറ്റാണ്, ബട്ട് എ നോട്ട് ഈക്വൽ ടു ബി. അങ്ങനെയുള്ള സബ്സെറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോപ്പർ സബ്സെറ്റ്. എ ബിയുടെ സബ്സെറ്റ് ആയിരിക്കണം, ബട്ട് എ നോട്ട് ഈക്വൽ ടു ബിയും ആയിരിക്കണം. അങ്ങനെയെങ്കിൽ എയിനെ ബിയുടെ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയും. ക്ലിയർ ആയോ എല്ലാവർക്കും എന്താണ് പ്രോപ്പർ സബ്സെറ്റ് എന്ന്? ഇമ്പോർട്ടൻ്റ് ആണ് പ്രോപ്പർ സബ്സെറ്റ്, ഓർത്തിരിക്കണം. നൗ എ ഈസ് ഈക്വൽ ടു സെറ്റ് എ ബി സി ആൻഡ് സി ഈസ് ഈക്വൽ ടു സെറ്റ് ബി സി എ. ഹിയർ എ സബ്സെറ്റ് ഓഫ് സി ആണോ? അതെ അല്ലേ? എ സബ്സെറ്റ് ഓഫ് സി ആണ് ആൻഡ് എ ഈസ് ഈക്വൽ ടു സി ആണ്. ഇനി സി സബ്സെറ്റ് ഓഫ് എയും ആണ് അല്ലേ? എ ഈസ് ഈക്വൽ ടു സി ആണ്. ദെയർഫോർ എ ഈസ് നോട്ട് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് സി. അതുകൊണ്ട് എ സിയുടെ പ്രോപ്പർ സബ്സെറ്റ് ആണോ? അല്ല. ക്ലിയർ ആയില്ലേ? അപ്പോൾ പ്രോപ്പർ സബ്സെറ്റ് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു എക്സാമ്പിൾ കൂടെ തന്നത്. ഇവിടെ നോക്കിയേ, എ സിയുടെ സബ്സെറ്റ് ആണ്, ബട്ട് എ ഈസ് ഈക്വൽ ടു സി ആണ്. ഇവിടെ നമ്മൾ ഡെഫിനിഷനകത്ത് പറയുന്നുണ്ട് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് എ നോട്ട് ഈക്വൽ ടു ബി ആണെങ്കിൽ മാത്രമേ എ ബിയുടെ പ്രോപ്പർ സബ്സെറ്റ് ആകുകയുള്ളൂ. ഇവിടെ എ സിയുടെ സബ്സെറ്റ് ആണ്, ബട്ട് എ ഈസ് ഈക്വൽ ടു സി ആണ് അല്ലേ? എ ഈക്വൽ ടു സി ആണെങ്കിൽ പ്രോപ്പർ സബ്സെറ്റ് ആകുമോ? ഇല്ല. ദെയർഫോർ എ ഈസ് നോട്ട് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് സി. ആൻഡ് ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി, ദെൻ ബി ഈസ് കോൾഡ് സൂപ്പർ സെറ്റ് ഓഫ് എ. അടുത്തൊരു പുതിയ വേർഡാണ് സൂപ്പർ സെറ്റ് അല്ലേ? എന്താ പറയുന്നത് സൂപ്പർ സെറ്റ്? സൂപ്പർ സെറ്റ് എന്ന് പറയുമ്പം എന്താ ഉദ്ദേശിക്കുന്നത്?
വലിയ സെറ്റ് അല്ലേ. ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി, അങ്ങനെയാണെങ്കിൽ ബി ഈസ് കോൾഡ് സൂപ്പർ സെറ്റ് ഓഫ് എ. ഈ വലിയ സെറ്റാണ് ബി. എയിലെ എലമെൻറ്റ്സ് എല്ലാം ബിയിലുണ്ട്. അതുകൊണ്ട് ബീനെ എന്ത് പറയും? സൂപ്പർ സെറ്റ്. ഇപ്പം നമ്മൾ 2 പുതിയ വാക്കുകൾ പഠിച്ചു. പ്രോപ്പർ സബ്സെറ്റ്, സൂപ്പർ സെറ്റ്. ഓക്കെ, നമുക്ക് നോട്ടിലേക്ക് എഴുതാം. പ്രോപ്പർ സബ്സെറ്റ്സ് ഡെഫിനിഷൻ. ലെറ്റ് എ ആൻഡ് ബി ആർ 2 സെറ്റ്സ്. ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് എ നോട്ട് ഈക്വൽ ടു ബി, then A is called a proper subset of B and B is called a superset of A. Okay, ഒരിക്കൽ കൂടി വായിക്കാം. Let A and B are 2 sets. If A subset of B and not equal to B, എന്ന് പറഞ്ഞാലോ A not equal to B ആണ്, then A is called a proper subset of B and B is called a superset of A. Example, A is equal to set 1, 2, 3. B is equal to set 1, 2, 3, 4. First one, set 1, 2, 3 is a proper subset of set 1, 2, 3, 4. അല്ലേ? എന്തുകൊണ്ട്? എ ബിയുടെ സബ്സെറ്റ് ആണ്. എയിലെ എലമെൻറ്റ്സ് എല്ലാം ബിയിലില്ലേ? 1, 2, 3. ഇവിടെ 1, 2, 3 ഉണ്ട്. അപ്പോൾ എയിലെ എലമെൻറ്റ്സ് എല്ലാം ബിയിലുണ്ട്. അതുകൊണ്ട് എ ബിയുടെ സബ്സെറ്റ് ആണ്. ഇനി എയും ബിയും ഈക്വൽ ആണോ? അല്ല. ബിയിൽ ഒരു എലമെന്റ് അധികം ഉണ്ടല്ലേ, 4 എന്ന് പറയുന്ന എലമെന്റ് അധികമുണ്ട്. അപ്പോൾ എ നോട്ട് ഈക്വൽ ടു ബി ആണ്. അതാണ് നമ്മൾ പഠിച്ച പ്രോപ്പർ സബ്സെറ്റിന്റെ ഡെഫിനിഷൻ. എ സബ്സെറ്റ് ഓഫ് ബി ആയിരിക്കണം, എ നോട്ട് ഈക്വൽ ടു ബി ആയിരിക്കണം. ഹിയർ എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് എ നോട്ട് ഈക്വൽ ടു ബി. Therefore set 1, 2, 3 is a proper subset of set 1, 2, 3, 4. Second one, set 1, 2, 3, 4 is not a proper subset of set 1, 2, 3, 4. Why? നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം എ സബ്സെറ്റ് ഓഫ് ബി ആയിരിക്കണം ആൻഡ് എ നോട്ട് ഈക്വൽ ടു ബി ആയിരിക്കണം. ഹിയർ എ സബ്സെറ്റ് ഓഫ് ബി ബട്ട് എ ഈക്വൽ ടു ബി ആണ് അല്ലേ. Therefore set 1, 2, 3, 4 is not a proper subset of set 1, 2, 3, 4. ക്ലിയർ ആയില്ലേ? ഇനി സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഇതൊക്കെ നോട്ടിൽ എഴുതാനുള്ളതാണ്. ഈ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടുള്ളതെല്ലാം നോട്ടിൽ എഴുതണം. റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് നമുക്കറിയാലോ, ഒന്ന് ഓർത്ത് നോക്കിയേ. n സബ്സെറ്റ് ഓഫ് ആർ അല്ലേ. n എന്താ? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് മൊത്തം എവിടെയുണ്ട്? റിയൽ നമ്പേഴ്സിലുണ്ട്. അപ്പോൾ n സബ്സെറ്റ് ഓഫ് ആർ ആണ്. പിന്നെ z സബ്സെറ്റ് ഓഫ് ആർ ആണ്. z എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ്. സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് എവിടെയുണ്ട്? റിയൽ നമ്പേഴ്സിലുണ്ട്. z സബ്സെറ്റ് ഓഫ് ആർ ആണ്. ഇനി q സബ്സെറ്റ് ഓഫ് ആർ ആണ് അല്ലേ. ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. r പ്ലസ് സബ്സെറ്റ് ഓഫ് ആർ ആണ്. r പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ? പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. ഇനി ടി സബ്സെറ്റ് ഓഫ് ആർ ആണ്. വാട്ട് ഈസ് ടി? സെറ്റ് ഓഫ് ഓൾ ഇറാഷണൽ നമ്പേഴ്സ്. നമ്മൾ നമ്പർ സിസ്റ്റം അല്ല നമ്പേഴ്സ് പഠിച്ചപ്പോൾ അവിടെ നമ്മൾ എന്ത് പഠിച്ചു? ഇറാഷണൽ നമ്പേഴ്സും റാഷണൽ നമ്പേഴ്സും ഒക്കെ പഠിച്ചതാണ്. ഓക്കെ, ഇനി ഇതിനെല്ലാം ഒന്നിച്ചെഴുതിയാൽ എങ്ങനെയായിരിക്കും നോക്കിയേ. n സബ്സെറ്റ് ഓഫ് സെറ്റ് അല്ലേ. n എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ്. അപ്പോൾ വലിയ സെറ്റ് ഏതാ? ഇൻഡിജേഴ്സ് അല്ലേ. അപ്പോൾ n സബ്സെറ്റ് ഓഫ് സെഡ് ആണ്. ഇനി അതിനെക്കാട്ടിലും വലിയ സെറ്റ് ഏതാണ്? q, സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് അല്ലേ. സെറ്റ് സബ്സെറ്റ് ഓഫ് q. ഇവിടെ നോക്കിയേ, n സബ്സെറ്റ് ഓഫ് q ആണ്, സെറ്റ് സബ്സെറ്റ് ഓഫ് q ആണ്. ഇനി ഈ ക്യൂനെയും കൂടി കണ്ടെയ്ൻ ചെയ്യുന്ന സെറ്റ് ഏതാ? അതായത് ഇവയെല്ലാം കണ്ടെയ്ൻ ചെയ്യുന്ന സെറ്റ് ആർ, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? n സബ്സെറ്റ് ഓഫ് സെഡ് ആണ്, സെറ്റ് സബ്സെറ്റ് ഓഫ് q ആണ്, q സബ്സെറ്റ് ഓഫ് ആർ ആണ്. ഇനി ഈ n സബ്സെറ്റ് ഓഫ് ആർ ആണ്, സെറ്റ് സബ്സെറ്റ് ഓഫ് ആർ ആണ്, q സബ്സെറ്റ് ഓഫ് ആർ ആണ്. അതായത് ഇതിനെല്ലാം കണ്ടെയ്ൻ ചെയ്യുന്ന സെറ്റ് അതായിരിക്കും ഇവിടുത്തെ സൂപ്പർ സെറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവയെല്ലാം ആറിൻ്റെ സബ്സെറ്റ് ആണ്. ഇനി ഇതിലും വലിയൊരു സെറ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് നമ്മളിപ്പോൾ പഠിച്ചിട്ടില്ല, ഇനി വരുന്ന ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് കേട്ടോ. നൗ ടി സബ്സെറ്റ് ഓഫ് ആർ. ടി എന്ന് പറയുന്നത് എന്താ? സെറ്റ് ഓഫ് ഓൾ ഇറാഷണൽ നമ്പേഴ്സ്. അപ്പോൾ ടി നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? ക്യൂ ടിയുടെ സബ്സെറ്റ് ആണോ? അല്ല. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് ആണ്. എല്ലാവരും അടുത്തില്ലല്ലോ. ഇനി നമുക്ക് പുതിയൊരു കാര്യം കൂടി പഠിക്കാം. ഞാനിവിടെ ഒരു സെറ്റ് എഴുതിയിട്ടുണ്ട്. എ ഇസ് ഈക്വൽ ടു, ഇത് ഏത് സെറ്റാ? നൾ സെറ്റ് അല്ലേ, അല്ലെങ്കിൽ എം ഡി സെറ്റ്. ഈ സെറ്റിൻ്റെ സബ്സെറ്റ് ഏതൊക്കെയാണ് വരുന്നത്? സബ്സെറ്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു
എം ഡി സെറ്റിന്റെ സബ്സെറ്റ് ഏതാ? എം ഡി സെറ്റ് തന്നെ അല്ലേ? എല്ലാ സെറ്റിനും കോമൺ ആയിട്ടൊരു സബ്സെറ്റ് ഉണ്ടല്ലോ. ഏതായിരുന്നു അത്? നൾ സെറ്റും സെയിം സെറ്റും അല്ലേ? ഇവിടെ നൾ സെറ്റിന്റെ സബ്സെറ്റ് ഏതാ അപ്പം വരുന്നത്? സെയിം സെറ്റ് തന്നെ അല്ലേ? നൾ സെറ്റ് തന്നെ. ഇനി ഇവിടെ ഞാൻ മറ്റൊരു സെറ്റ് എഴുതിയിട്ടുണ്ട്. എ ഇസ് ഈക്വൽ ടു സെറ്റ് 1. ഈ 1ന്റെ സബ്സെറ്റ് ഏതൊക്കെയാ വരുന്നത്? ആദ്യം നമ്മുടെ നൾ സെറ്റ് എഴുതി അല്ലേ? നൾ സെറ്റ് എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ്. പിന്നെയോ സെയിം സെറ്റ്. ഇത് സെയിം സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് 1. ഇനി ഇതിനകത്ത് വേറെ എലമെന്റ് ഉണ്ടോ സബ്സെറ്റ് എഴുതാൻ? ഇല്ല. അപ്പോൾ എ ഇസ് ഈക്വൽ ടു സെറ്റ് 1ന്റെ സബ്സെറ്റുകൾ ഏതൊക്കെയാ? നൾ സെറ്റും സെയിം സെറ്റും, ദാറ്റ് ഈസ് സെറ്റ് 1. എ ഇസ് ഈക്വൽ ടു സെറ്റ് 1 2. ഇതിന്റെ സബ്സെറ്റ് ഒന്ന് പറഞ്ഞു നോക്കിയേ. അപ്പൊ ആദ്യം എന്തെഴുതാം? നൾ സെറ്റ് അല്ലേ? പിന്നെയോ ഒരു എലമെന്റുള്ള സെറ്റ്. ഒരു എലമെന്റുള്ള സെറ്റ് എന്ന് പറയുമ്പോൾ ഏത് വരും? സെറ്റ് 1. പിന്നെ സെറ്റ് 2. ഇനിയുണ്ടോ വേറെ എലമെന്റ് എഴുതാൻ? ഇല്ല. ഒരു എലമെന്റ് എഴുതാൻ ഇനിയില്ല. 2 എലമെന്റിനെ നമ്മൾ സെറ്റാക്കി എഴുതി. സെറ്റ് 1 സെറ്റ് 2. അടുത്തത് 2 എലമെന്റുള്ള സെറ്റ്. 2 എലമെന്റുള്ള സെറ്റ് എന്ന് പറയുമ്പോൾ ഏതാ? എ തന്നെയാണ്. സെറ്റ് 1 2. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റുകളെല്ലാം എഴുതി. നൾ സെറ്റ്, സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 1 2. അടുത്തത് എ ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 3. എയുടെ സബ്സെറ്റുകളെല്ലാം പറഞ്ഞ എല്ലാവരും ആദ്യം എഴുതുന്നു. നൾ സെറ്റ് എഴുതി. പിന്നെ ഓരോ എലമെന്റുള്ള സബ്സെറ്റുകൾ. സെറ്റ് 1 അല്ലെ? സെറ്റ് 1 സബ്സെറ്റ് ഓഫ് സെറ്റ് 1 2 3 ആണ്. സെറ്റ് 2 സബ്സെറ്റ് ഓഫ് സെറ്റ് 1 2 3 ആണ്. ഇനി സെറ്റ് 3. അപ്പോൾ ഒരു എലമെന്റുള്ള സബ്സെറ്റുകളെല്ലാം എഴുതി. ഇനി ഇതിലേക്ക് പോകണം. 2 എലമെന്റ് ഉള്ളത് വീത് എഴുതണം. അപ്പൊ സെറ്റ് 1 2. പിന്നെ സെറ്റ് 1 3. സെറ്റ് 2 3. ഇത്രയല്ലേ വരുള്ളൂ. 2 1 3 1 എന്നൊക്കെ എടുക്കാവോ? ഇല്ല അല്ലെ? എലമെന്റ്സ് അത് സെയിം തന്നെയാണ്. ഓക്കെ. അപ്പൊ സെറ്റ് 1 2, സെറ്റ് 1 3, സെറ്റ് 2 3. 2 എലമെന്റ് ഉള്ള സബ്സെറ്റുകളും കഴിഞ്ഞു. ഇനി ഏതാ വേണ്ടേ? സെയിം സെറ്റ് അല്ലെ? അപ്പൊ സെറ്റ് 1 2 3. ഓക്കെ. ഒരെണ്ണം കൂടി നോക്കാം. എ ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4. എയുടെ സബ്സെറ്റ് എല്ലാം എഴുതിക്കേ. ആദ്യം എഴുതുന്നു നൾ സെറ്റ്. പിന്നെ ഓരോ എലമെന്റ് ഉള്ള സെറ്റുകൾ. സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3, സെറ്റ് 4. ദെൻ 2 എണ്ണം ഇത്. സെറ്റ് 1 2, സെറ്റ് 1 3, സെറ്റ് 1 4. പിന്നെ സെറ്റ് 2 3, സെറ്റ് 2 4, സെറ്റ് 3 4. 2 എലമെന്റ് ഉള്ള സെറ്റുകളെല്ലാം ആയില്ലേ? ഇനി എത്ര എലമെന്റ് ഉള്ളത് എടുക്കണം? 3 എലമെന്റ്സ് വീതം എടുക്കണം അല്ലേ? അപ്പൊ സെറ്റ് 1 2 3, സെറ്റ് 1 2 4, സെറ്റ് 1 3 4, സെറ്റ് 2 3 4. 3 വീതമായില്ലേ? ഇനി ഏതാ വേണ്ടേ? സെയിം സെറ്റ്, ദാറ്റ് ഈസ് സെറ്റ് 1 2 3 4. ഇപ്പൊ നമ്മളിവിടെ നൾ സെറ്റിന്റെ സബ്സെറ്റുകൾ എഴുതി. ഒരു എലമെന്റുള്ള സെറ്റിന്റെ സബ്സെറ്റുകൾ എഴുതി. 2 എലമെന്റുള്ള സെറ്റിന്റെ സബ്സെറ്റുകൾ എഴുതി. 3 എലമെന്റുള്ള സെറ്റിന്റെ സബ്സെറ്റുകൾ എഴുതി. 4 എലമെന്റുള്ള സെറ്റിന്റെ സബ്സെറ്റുകൾ എഴുതി. ഇങ്ങനെ അടുത്ത ഇനി വേണമെങ്കിൽ 5 ഉള്ളത് എഴുതാം, 6 ഉള്ളത് എഴുതാം. അങ്ങനെ എത്ര എലമെന്റ് ഉള്ളത് നമുക്ക് സബ്സെറ്റുകൾ എഴുതാം. ഇനി ഇവിടെ n ഓഫ് എ എത്രയാ? n ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് സെറ്റ് എ. എ ഇസ് ഈക്വൽ ടു നൾ സെറ്റ് ആണ് ഇവിടെ. അപ്പൊ n ഓഫ് എ എത്രയാ? 0 അല്ലെ? n ഓഫ് എ 0. ഇനി നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ. നൾ സെറ്റിന്റെ സബ്സെറ്റുകളുടെ എണ്ണം എത്രയത്? നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ. എ എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റുകളുടെ എണ്ണം. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റിന് ആകെ ഒരു സബ്സെറ്റേ ഉള്ളൂ അല്ലേ? നമ്പറാണ് നമുക്ക് വേണ്ടത്. നമ്പർ ഓഫ് സബ്സെറ്റ്. അപ്പോൾ ഒരു സബ്സെറ്റേ ഉള്ളൂ, സെയിം സെറ്റ് തന്നെ. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് സബ്സെറ്റ് എത്ര എഴുതി? 1. നെക്സ്റ്റ് എ ഇസ് ഈക്വൽ ടു സെറ്റ് 1 ആണ്. അപ്പൊ n ഓഫ് എ എത്രയാ? എയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? ഒരു എലമെന്റ്. അപ്പൊ n ഓഫ് എ 1. n ഓഫ് എ 1 ആയപ്പോൾ സബ്സെറ്റുകൾ എത്ര എണ്ണം വന്നു? 1 2. 2 എണ്ണം വന്നല്ലേ? അപ്പൊ ഇവിടെ 2. അടുത്തത് എ ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 ആണ്. n ഓഫ് എ എത്രയാ? 2 എലമെന്റ് ആണുള്ളത്. 1 2. അപ്പൊ n ഓഫ് എ 2. എ ഇസ് ഈക്വൽ ടു 2 ആയപ്പോൾ സബ്സെറ്റ് ഓഫ് എ എത്രയാ?
1 2 3 4 അല്ലേ? അപ്പോൾ 4. നെക്സ്റ്റ് എ ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 3. അപ്പോൾ എൻ ഓഫ് എ എത്രയാ? 3 എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ 3. എയിൽ 3 എലമെന്റ് ഉള്ളപ്പോൾ എത്ര സബ്സെറ്റുകളുണ്ട്? നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ എത്രയുണ്ട്? 1 2 3 4 5 6 7 8 അല്ലേ? എൻ ഓഫ് എ ഈസ് ഈക്വൽ ടു 3 ആയപ്പോൾ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ, സബ്സെറ്റുകളുടെ എണ്ണം എത്രയുള്ളത്? 8. അതുപോലെ എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 ആണ്. അപ്പോൾ എയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 4 എലമെന്റ്സ് ഉണ്ട്. എൻ ഓഫ് എ ഈസ് ഈക്വൽ ടു 4. ദെൻ സബ്സെറ്റുകളുടെ എണ്ണം എത്രയുണ്ട്? 16 സബ്സെറ്റുകളുണ്ട് അല്ലേ? അപ്പോൾ ഇതൊന്ന് നോക്കിയേ. എ ഈസ് ഈക്വൽ ടു 1. ഈ നമ്പേഴ്സ് ഒന്ന് നോക്കിയേ. 2 4 8 16. എന്താ മനസ്സിലാക്കാവുന്നേ? 2ന്റെ പവറുകളാണല്ലേ. ഇവിടെ 1 മുതലാണ് തുടങ്ങുന്നത്. 0 ആകുമ്പോൾ 1 2 4 8 16. ഈ 1നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 raised to 0 എന്ന് എഴുതാം. 2 raised to 0 ഈസ് ഈക്വൽ ടു 1 ആണ്. 2നെ എങ്ങനെ എഴുതാം? 2 raised to 1. 4നെ 2 raised to 4. 8നെ 2 raised to 3. 16നെ 2 raised to 4. അപ്പോൾ ഇതെല്ലാം 2ന്റെ പവറുകളാണ് വന്നിരിക്കുന്നത് അല്ലേ? അതായത് എൻ ഓഫ് എ ഈസ് ഈക്വൽ ടു 0 ആയപ്പോൾ നമ്പർ ഓഫ് സബ്സെറ്റ് എത്രയാ? 1. ദാറ്റ് ഈസ് 2 raised to 0 ആണ്. എൻ ഓഫ് എ ഈസ് ഈക്വൽ ടു 1 ആയപ്പോൾ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ 2. ദാറ്റ് ഈസ് 2 raised to 1. എൻ ഓഫ് എ ഈസ് ഈക്വൽ ടു 2 ആയപ്പോൾ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ 4. ദാറ്റ് ഈസ് 2 സ്ക്വയർ. എൻ ഓഫ് എ ഈസ് ഈക്വൽ ടു 3 ആയപ്പോൾ നമ്പർ ഓഫ് സബ്സെറ്റ് 8. ദാറ്റ് ഈസ് 2 ക്യൂബ്. ഇനി എൻ ഓഫ് എ ഈസ് ഈക്വൽ ടു 4 ആയപ്പോൾ 16. ദാറ്റ് ഈസ് 2 raised to 4. അടുത്തത് 5 ആകുമ്പോൾ എന്തോരും? 2 raised to 5. 6 ആകുമ്പോൾ 2 raised to 6 എക്സെട്ര. എം ആകുമ്പോഴോ 2 raised to m. അപ്പോൾ നമ്മളിവിടെ ഒരു റിസൾട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത്. റിസൾട്ട് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്കിതെല്ലാം നോട്ട് ബുക്കിലേക്ക് ഈ സബ്സെറ്റുകളൊന്ന് എഴുതണം. റൈറ്റ് ഡൗൺ ഓൾ ദി സബ്സെറ്റ്സ് ഓഫ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1. സെറ്റ് നൾ സെറ്റ്. അതിൻ്റെ സബ്സെറ്റ് എഴുതുന്നു. നമ്മളിപ്പോൾ അവിടെ എഴുതിയതാണ്, അത് തന്നെ എഴുതുന്നു. ബി എന്ന് പറയുന്ന സെറ്റ് 1 ആണ് അതിൻ്റെ സബ്സെറ്റ്. സി ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 അതിൻ്റെ സബ്സെറ്റ് എഴുതുന്നു. ഡി ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 ആണ് അതിൻ്റെ സബ്സെറ്റുകൾ എഴുതുന്നു. ഇ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 ആണ് അതിൻ്റെ സബ്സെറ്റുകൾ. എല്ലാ സബ്സെറ്റുകളും എഴുതി. ഓക്കെ. റിസൾട്ട്. അതിൽ നിന്ന് നമ്മളൊരു റിസൾട്ട് കണ്ടുപിടിച്ചിരുന്നു. എന്താ? ഇഫ് എ ഹാസ് m എലമെന്റ്സ് ദെൻ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 2 raised to m അല്ലേ? നമ്മൾ ആ ടേബിളിൽ നിന്ന് കണ്ടുപിടിച്ചതാണ്. എയിൽ m എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എയുടെ സബ്സെറ്റുകളുടെ എണ്ണം എത്രയായിരിക്കും? 2 raised to m. ഇമ്പോർട്ടൻ്റ് റിസൾട്ടാണ്, ഓർത്തിരിക്കണം. അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു, പ്രോപ്പർ സബ്സെറ്റ് എന്താ നമ്മളിപ്പോൾ പഠിച്ചതല്ലേ? എന്തായിരുന്നു പ്രോപ്പർ സബ്സെറ്റ്? എ സബ്സെറ്റ് ഓഫ് ബി ആണ്, ബട്ട് എ നോട്ട് ഈക്വൽ ടു ബി ആണ് അല്ലേ? അപ്പോൾ പ്രോപ്പർ സബ്സെറ്റിൻ്റെ എണ്ണം എത്രയായിരിക്കും? നമ്പർ ഓഫ് സബ്സെറ്റ് 2 raised to m ആണ്. അവിടെ എ എന്ന് പറയുന്ന സെറ്റും കൂടി ഉൾപ്പെടെയാണ് 2 raised to m വന്നിരിക്കുന്നത്. അപ്പോൾ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുമ്പോൾ ആ സെയിം സെറ്റ് ഉൾപ്പെടുവോ? ഇല്ല. അപ്പോൾ ഒരു സെറ്റ് സബ്സ്ട്രാക്ട് ചെയ്യണം അല്ലേ? എന്ന് പറഞ്ഞാൽ 2 raised to m - 1. ഓക്കെ, ഇത് രണ്ട് റിസൾട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 2 raised to m. എം എന്ന് പറഞ്ഞാൽ എന്താ? എൻ ഓഫ് എ. എ എന്ന് പറയുന്ന സെറ്റിൽ m എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 2 raised to m ആൻഡ് നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ 2 raised to m - 1. അതായത് ആ സെയിം സെറ്റ് അതിൽ നിന്നും ഒഴിവാക്കി. ഇമ്പോർട്ടൻ്റ് റിസൾട്ടാണ്, ഓർത്തിരിക്കണം. എക്സാമ്പിൾ, if A has 8 elements, then what is the number of subset of A? Second one, number of proper subset of A. M is equal to 8. A യിൽ എത്ര എലമെന്റ്സ് ഉള്ളത്? 8 എലമെന്റ്സ് ആണ്. അപ്പോൾ നമുക്കറിയാം നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 2 raised to 8 വിച്ച് ഈസ് ഈക്വൽ ടു 256. ഇനി നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് അതിൽ നിന്നും സബ്സ്ട്രാക്ട് ചെയ്യണം. ദാറ്റ് ഈസ് 2 raised to 8 - 1. ദാറ്റ് ഈസ് 255. ഓക്കെ. അടുത്തത് പവർ സെറ്റിൻ്റെ ഡെഫിനിഷനാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് പവർ സെറ്റ്. ആദ്യം നമുക്ക്
പവർ സെറ്റ് എന്താണെന്ന് നോക്കാം. The collection of all subset of a set A is called power set of A. It is denoted by P of A. എന്താ പറയുന്നത്? The collection of all subset of a set A is called power set of A. It is denoted by P of A. That is power set of A. Power set of A എന്ന് പറയുന്നത് എന്താ? Collection of all subset of set A. A എന്ന് പറയുന്ന സെറ്റിന്റെ എല്ലാ സെറ്റുകളുടെയും കളക്ഷൻ, ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് അല്ലേ. സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റിനാണ് നമ്മളെന്താ കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം എന്ത് എഴുതണം? എല്ലാ സബ്സെറ്റുകളും എഴുതണം. അതിൻ്റെ കളക്ഷനാണ്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ് ആണ്. സബ്സെറ്റുകളുടെ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്സെറ്റ് എഴുതുന്നു, അതിനെ സെറ്റിന്റെ ബ്രാക്കറ്റിനുള്ളിലാക്കുന്നു. അപ്പോഴാണ് എന്ത് വരുന്നത്? കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ് വരുന്നത്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ് വരുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ പി ഓഫ് എ. പവർ സെറ്റ് ഓഫ് എ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇൻ പി ഓഫ് എ എവരി എലമെന്റ് ഈസ് എ സെറ്റ്. അതായത് പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? പവർ സെറ്റ് ഓഫ് എ. പവർ സെറ്റ് ഓഫ് എയിലെ എല്ലാ എലമെന്റ്സും എന്താണ്? സെറ്റുകളാണ്. ക്ലിയർ ആയോ? എന്തുകൊണ്ട്? സെറ്റിന്റെ ഉള്ളിൽ സബ്സെറ്റുകളാണ് നമ്മൾ എഴുതുന്നത്. സബ്സെറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ? അതല്ല, ഓരോ സെറ്റുകളാണ് അല്ലേ. അപ്പൊ സെറ്റിനുള്ളിൽ സബ്സെറ്റുകൾ എന്ന് പറഞ്ഞാലോ സെറ്റിനുള്ളിലെ എലമെന്റ്സ് എല്ലാം എന്താണ്? സെറ്റുകളാണ്. ഓക്കെ, ഇൻ പി ഓഫ് എ എവരി എലമെന്റ് ഈസ് എ സെറ്റ്. എക്സാമ്പിൾ, ഇഫ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2. നമ്മൾ നേരത്തെ എഴുതിയതാണ്. എയുടെ സബ്സെറ്റുകൾ ആദ്യം നമുക്ക് വേണം അല്ലേ. അപ്പൊ നമ്മൾ ആദ്യം സബ്സെറ്റുകൾ എഴുതുന്നു. നൾ സെറ്റ് സബ്സെറ്റ് ആണ്, സെറ്റ് 1 സബ്സെറ്റ് ആണ്, ഒരു എലമെന്റ് വീതമുള്ളത്. പിന്നെ സെറ്റ് 2 സബ്സെറ്റ് ആണ്, പിന്നെ ഉള്ളത് സെറ്റ് 1 2. ഇനി നോക്കിക്കേ, ഇതിന് ഈ സെറ്റുകളെല്ലാം ഈ ബ്രാക്കറ്റിനുള്ളിലാണ് എഴുതുന്നത് അല്ലേ. സെറ്റിന്റെ ബ്രാക്കറ്റിനുള്ളിലാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് എന്ത് വായിക്കുക? ഇതിനെ സെറ്റ് 5, പിന്നെ സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 1 2. ഇപ്പൊ പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? പി ഓഫ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 5, സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 1 2. കണ്ടോ? ഇപ്പൊ ഈ സെറ്റിനുള്ളിലെ എലമെന്റ്സുകൾ എല്ലാം എന്താണ്? സെറ്റുകളാണ്. ക്ലിയർ ആയില്ലേ? അപ്പം ഇത്രയേ ഉള്ളൂ പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ. സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്, എല്ലാ സബ്സെറ്റുകളും എഴുതുന്നു, അതിനെ സെറ്റിനുള്ളിൽ എഴുതുന്നു. ഓക്കെ, സെക്കൻഡ് വൺ, ബി ഈസ് ഈക്വൽ ടു സെറ്റ് എ ബി സി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പവർ സെറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, പി ഓഫ് ബി. അപ്പോൾ ആദ്യം സെറ്റിന്റെ ബ്രാക്കറ്റ് കൊടുക്കുന്നു, അതിനുശേഷം എല്ലാ സബ്സെറ്റുകളെയും എഴുതുന്നു. അപ്പോൾ ആദ്യത്തെ സബ്സെറ്റ് നൾ സെറ്റ്, പിന്നെ ഓരോ എലമെന്റ് ഉള്ളത് സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി, പിന്നെ 2 എലമെന്റ് വീതം സെറ്റ് എ ബി, സെറ്റ് എ സി, സെറ്റ് ബി സി, പിന്നെയോ സെയിം സെറ്റ്, സെറ്റ് എ ബി സി. ഉണ്ടോ? അപ്പോൾ സെറ്റിന് ബ്രാക്കറ്റിനുള്ളിലാണ് ഓരോ സബ്സെറ്റുകളും എഴുതിയിരിക്കുന്നത്. അപ്പോൾ സെറ്റിനകത്ത് സെറ്റുകളാണ് വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് പവർ സെറ്റ് ഓഫ് ബിയിലുള്ള എലമെന്റ്സ് എല്ലാം എന്താണ്? സെറ്റുകളാണ്. ഒരു എക്സാമ്പിൾ കൂടി, സെറ്റ് സി ഈസ് ഈക്വൽ ടു നൾ സെറ്റ് അല്ലേ. നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എം ടി സെറ്റ്. ദെൻ വാട്ട് ഈസ് പവർ സെറ്റ് ഓഫ് സി? പവർ സെറ്റ് ഓഫ് സി എന്ന് പറഞ്ഞാൽ നൾ സെറ്റിന്റെ സബ്സെറ്റ് എന്താ? നൾ സെറ്റ് തന്നെയാണ്. അതിനെ എവിടെ എഴുതണം? ബ്രാക്കറ്റിനുള്ളിൽ എഴുതണം അല്ലേ. പവർ സെറ്റ് ആണ്, സെറ്റിനുള്ളിലാണ് സബ്സെറ്റ് എഴുതേണ്ടത്. അപ്പോൾ പവർ സെറ്റ് ഓഫ് സി എന്ന് പറഞ്ഞാൽ സെറ്റ് 5. ഓക്കെ, ഇനി ഒരു റിസൾട്ടും കൂടി ഉണ്ട്. ഇഫ് എ ഇസ് എ സെറ്റ് വിത്ത് m elements, then its power set consists of 2m elements. നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. ഏത്? നമ്പർ ഓഫ് സബ്സെറ്റ്. എ എന്ന് പറഞ്ഞ സെറ്റിൽ m എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ് എത്രയാണെന്ന് പഠിച്ചു? 2m. ഇവിടെയും പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ സബ്സെറ്റുകളാണ് അല്ലേ. സബ്സെറ്റുകളുടെ സെറ്റാണ്. അപ്പോൾ അവിടെയും എന്താ വരുന്നത്? പവർ സെറ്റിൽ എത്ര എലമെന്റ് ഉണ്ടായിരിക്കും? 2m എലമെന്റ്സ് അല്ലേ. സബ്സെറ്റുകൾ തന്നെയാണ് പവർ സെറ്റിൽ വരുന്നത്. അപ്പോൾ 2m എലമെന്റ്സ് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ഇഫ് n of a is equal to m, then n of p of a. n of p of a എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് പവർ സെറ്റ് ഓഫ് എ. ശ്രദ്ധിക്കണം, നമ്പർ ഓഫ് പവർ സെറ്റ് ഓഫ് എ which is equal to 2m.
Example, if A is equal to set 1, 2, then what is n of P of A? N of P of A എത്രയായിരിക്കും നമ്മൾ പഠിച്ചു 2 raised to m. That is 2 raised to m എത്രയാ? n of A. n of A എന്ന് പറഞ്ഞാൽ 2, 1, 2 രണ്ട് എലമെന്റ് ആണുള്ളത്. 2 raised to 2 which is equal to 4. Second example, B is equal to set A, B, C. Then n of P of B, number of power set of B is equal to 2 raised to m. ഇവിടെ m എത്രയാ? 3 അല്ലേ? A, B, C 3 എലമെന്റ് ആണുള്ളത്. That is 2 raised to m is equal to 2q which is equal to 8. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. എന്തായിരിക്കും യൂണിവേഴ്സൽ സെറ്റ്? യൂണിവേഴ്സൽ സെറ്റ് ഏറ്റവും വലുതല്ലേ? നോക്കാം. സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് ഓൾ എലമെന്റ്സ് അണ്ടർ കൺസിഡറേഷൻ. സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് ഓൾ എലമെന്റ്സ് അണ്ടർ കൺസിഡറേഷൻ. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ സെറ്റിൻ്റെയും വലിയ സെറ്റ്. ഓക്കെ, സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് ഓൾ എലമെന്റ്സ് അണ്ടർ കൺസിഡറേഷൻ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ സെറ്റുകളും ആ ഒരു വലിയ സെറ്റിലുണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ, ആ വേർഡിനകത്ത് തന്നെ ഉണ്ടല്ലോ യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റ് ഏറ്റവും വലുത് യൂണിവേഴ്സ്. എ സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് ഓൾ എലമെന്റ്സ് അണ്ടർ കൺസിഡറേഷൻ. അവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് അണ്ടർ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റിനെ എല്ലാം ഉൾക്കൊള്ളുന്ന വലിയ സെറ്റ്. അതിനെയാണ് എന്ത് പറയുന്നത്? യൂണിവേഴ്സൽ സെറ്റ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ യു. അപ്പോൾ ക്യാപിറ്റൽ യു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും. എക്സാമ്പിൾ എന്ന് പറഞ്ഞ് എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ നമ്മളിവിടെ എ എന്ന് പറയുന്ന സെറ്റ് 1, 3, 5, 7 എടുക്കുന്നു. ആൻഡ് ബി ഇസ് ഈക്വൽ ടു സെറ്റ് 2, 4, 6, 8 എടുക്കുന്നു. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് എന്തായിരിക്കും? ഈ രണ്ട് സെറ്റിനെയും കൂടി കണ്ടെയ്ൻ ചെയ്യുന്ന സെറ്റ് ആയിരിക്കണം അല്ലേ? ഇപ്പം എന്തായിരിക്കും വരുന്നത്? യു ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഈ എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും ഫുള്ളി കണ്ടെയ്ൻഡ് ആണ് അല്ലേ? ഈ സെറ്റിൽ ഉണ്ട്. ഇനി അതുപോലെ തന്നെ ഇവിടെ 10 ആണെന്നില്ല, ഇതിന് മുകളിലേക്കുള്ള എലമെന്റ്സും ആകാം. ഈ രണ്ട് സെറ്റും ഇതിനകത്ത് ഉണ്ടായാൽ മതി. ക്ലിയർ ആയില്ലേ? അതുപോലെ ഇപ്പോൾ നമ്മൾ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തേ. ഐസോസെലസ് ട്രയാങ്കിളും ഈക്വലാറ്ററൽ ട്രയാങ്കിളും എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിളും കൂടി ഒന്നിച്ചുണ്ടാകുന്ന ഒരു വലിയ സെറ്റിനെ എങ്ങനെ പറയാം? സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് എന്ന് പറയാം അല്ലേ? ഐസോസെലസ് ട്രയാങ്കിളിനെ ഈക്വലാറ്ററൽ ട്രയാങ്കിളിനെ കണ്ടെയ്ൻ ചെയ്യുന്നതാണ് സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ്. അപ്പോൾ അവിടുത്തെ യൂണിവേഴ്സൽ സെറ്റിനെ നമുക്ക് വേണമെങ്കിൽ ഏതെടുക്കാം? സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് എന്ന് എടുക്കാം. അതുപോലെ കൺസിഡർ ക്യാപിറ്റൽ സെറ്റ് ക്യൂ. ഇതേതൊക്കെയാ? നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ്, ഇൻഡിജേഴ്സിന്റെ സെറ്റ്, റാഷണൽ നമ്പേഴ്സിന്റെ സെറ്റ്. ഇതെല്ലാം കൂടി കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു വലിയ സെറ്റ് ഉണ്ടല്ലോ. ഏതാണ്? 6 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇവിടുത്തെ യൂണിവേഴ്സൽ സെറ്റ് ഇതിനെല്ലാം കണ്ടെയ്ൻ ചെയ്യുന്ന യൂണിവേഴ്സൽ സെറ്റ് ഏതാണ്? 6 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. കുറച്ചധികം റിസൾട്ടുകളും ഡെഫിനിഷൻസൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ നന്നായി ക്ലാസ് കാണുക, ക്ലാസ് കണ്ട് മനസ്സിലാക്കി നോട്ട് എഴുതുക. ഇനി ഇതിൻ്റെ എക്സസൈസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.